ഇനി പാകിസ്ഥാൻ കൂടുതൽ വലയും. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു മരുന്നുകൾ പോലും അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിക്കാനോ വ്യാപാരം ചെയ്യാനോ കഴിയാത്ത രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. മരുന്നുകളുടെ ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ചതായി തന്നെ അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക് എമിറേറ്റ് സർക്കാരാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ ഇനി പാകിസ്ഥാനിൽ നിന്നുള്ള മരുന്നുകൾ അഫ്ഗാനിസ്ഥാൻ മണ്ണിൽ വ്യാപാരം നടത്തില്ല എന്ന അടിയുറച്ച ഒരു നിലപാടാണ് അവർ എടുത്തിരിക്കുന്നത്. പാകിസ്ഥാനെതിരായ നിരോധനത്തിന് ശേഷം അഫ്ഗാൻ വ്യാപാരികൾ ഇന്ത്യയിൽ നിന്ന് വലിയ അളവിൽ മരുന്നുകൾ വാങ്ങുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ ഒരു പ്രധാന പ്രശ്നമായി തന്നെ തുടരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് പുറത്തു വന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ വലിയ തോതിൽ മരുന്നുകൾ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് എത്താത്തതിൽ രൂക്ഷമായ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യാപാരം നടത്താത്തതിൽ സാമ്പത്തികമായ പ്രതിസന്ധി കൂടുതലായി നേരിടുന്നതായും ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. മരുന്നുകൾക്ക് ബദൽ മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് അഫ്ഗാൻ വ്യാപാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇസ്ലാമിക് എമിറേറ്റ് ഗവൺമെന്റും അനുബന്ധ ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിലൊന്നും തളരില്ല എന്ന് തന്നെയാണ് അഫ്ഗാന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വന്നതായി തന്നെ അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക് എമിറേറ്റിന്റെ ധനകാര്യ മന്ത്രാലയത്തിന്റെ വ്യക്തമാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. നാസർ താലിഖുമായും അവിടെ ബന്ധപ്പെട്ട് ഒരു മാധ്യമമാണ് ഇക്കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, കള്ളക്കടത്ത് വഴിയുള്ള സാധനങ്ങളുടെ നീക്കവും അവിടെ അനിയന്ത്രിതമായി തന്നെ നിയന്ത്രിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് മയക്കുമരുന്ന് കടത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരെയും അവിടെ പിടികൂടുമെന്നും അവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അത് പിടിച്ചെടുക്കുമെന്നും സാധനങ്ങൾ നശിപ്പിക്കുമെന്നും ഒരു മുന്നറിയിപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ ഉൾപ്പെടുന്ന വാണിജ്യ ഇടപാടുകളും വ്യാപാര രേഖകളും അത് പൂർത്തിയാക്കാൻ 19 ദിവസത്തെ സമയമുണ്ട് എന്നത് മന്ത്രാലയം മുൻപേ തന്നെ വ്യാപാരികളെ അറിയിച്ചതാണ്. മാസങ്ങളായി നീണ്ടുനിന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ, പാകിസ്ഥാൻ സൈന്യവും താലിബാനും തമ്മിലുള്ള അതിർത്തി സംഘർഷങ്ങൾ, അത് പ്രധാന ഗതാഗത മാർഗങ്ങൾ അടച്ചുപൂട്ടാൻ എന്നിവയ്ക്ക് ശേഷമാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. സെപ്റ്റംബർ മുതൽ തന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ വലിയ രീതിയിൽ അതിർത്തി കടന്നുള്ള ശ്രമങ്ങൾ മിക്കവാറും തന്നെ അടച്ചിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതിനാൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകളുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ അഫ്ഗാനിസ്ഥാൻ വലിയ രീതിയിലാണ് ശ്രമം നടത്തുന്നത്. ഇതിനായി തന്നെ അഫ്ഗാനിസ്ഥാന്റെ പൊതുജന ആരോഗ്യ മന്ത്രിയായ മൗലവി നൂർ ആകട്ടെ 2025 ഡിസംബർ 16 മുതൽ 21 വരെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഈ സന്ദർശന വേളയിൽ അദ്ദേഹം ആരോഗ്യം കുടുംബക്ഷേമ മന്ത്രിയായ JP നദ്ദയുമായി തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിലേക്കുള്ള മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ അഫ്ഗാനിസ്ഥാന് ഉറപ്പ് നൽകുകയും കൻസാർ മരുന്നുകളുടെയും വാക്സിനുകളുടെയും അതുപോലെ പ്രതീകാത്മക കൈമാറ്റം നടക്കുകയും ചെയ്തിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.